ക്രിസ്മസ് ഒക്കെ വരുമല്ലേ, അപ്പം നമുക്കൊരു അടിപൊളി നെയ്ച്ചോറും ഒരു ഫിഷ് മസാല ആയാലോ. പെട്ടെന്ന് ഉണ്ടാക്കാവുന്ന ഒരു നെയ്ച്ചോറിൻ്റെ റെസിപ്പിയാണ്. നല്ല ഫ്ലേവറൊക്കെ ഉള്ള നെയ്ച്ചോറാണ്, എല്ലാവർക്കും ഇഷ്ടപ്പെടുന്നതാണ്. അപ്പോൾ റെസിപ്പിയിലേക്ക് പോവാം. ആദ്യം നമുക്ക് നെയ്ച്ചോറിനുള്ള അരി റെഡിയാക്കാം. ബസ്മതി റൈസ് ഒരു 2.5 ഗ്ലാസ് എടുത്തിട്ടുണ്ട്. അത് നന്നായി കഴുകി 15 മിനിറ്റ് വെള്ളത്തിൽ കുതിർത്ത് വെള്ളം വാലാൻ വെച്ചിരിക്കുന്നതാണ്. നിങ്ങളുടെ വീട്ടിൽ ഏത് ഗ്ലാസ്സിലാണോ കപ്പിലാണോ എടുക്കുന്നത് അതിൽ 2.5 ഗ്ലാസ് എടുക്കുക. അപ്പോൾ അതേ കപ്പിൽ തന്നെ ഒരു 5 ഗ്ലാസ് വെള്ളം, ചിലപ്പോൾ ചില അരിക്ക് 5.5 ഗ്ലാസ് വെള്ളം വേണ്ടി വരും. ഇനി മസാലകൾ: ചെറിയ ഏലക്കായ, വലിയ ഏലക്കായ, പിന്നെ ജാതിപത്രി, ഗ്രാമ്പൂ, കറുകപ്പട്ട, പിന്നെ ഞാൻ 2 തക്കോലം എടുത്തിട്ടുണ്ട്. പിന്നെ ബേ ലീഫ് ഉണ്ടെങ്കിൽ ബേ ലീഫും കൂടെ എടുക്കാം. ഞാനിനി ഏലക്കായൊക്കെ ഒന്ന് പൊളിച്ച് കൊണ്ടുവന്നിട്ടുണ്ട്. ഇനി നമുക്ക് വേണ്ടത് 3 സവാള വട്ടത്തിൽ കനം കുറഞ്ഞ് അരിഞ്ഞതാണ്. അത് മാത്രം മതി, മറ്റതൊക്കെ ഞാൻ ഫിഷ് മസാലയ്ക്ക് വേണ്ടി റെഡിയാക്കി വെച്ചിരിക്കുന്നതാണ്. ഇനി നമുക്ക് വേണ്ടത് കാഷ്യൂനട്ടും മുന്തിരിങ്ങയാണ്. അത് നിങ്ങൾക്ക് ഇഷ്ടമുള്ള അത്ര എടുക്കാം. ഇനി നമുക്ക് ബിരിയാണി പോട്ട് അടുപ്പിൽ വെച്ചിട്ട് അതിലേക്ക് ഒരു 2 ടേബിൾ സ്പൂൺ ബട്ടറോ അല്ലെങ്കിൽ നെയ്യോ ഒഴിക്കാം. ബട്ടർ ഒഴിക്കുമ്പോൾ റൈസ് ഒന്നുകൂടെ സോഫ്റ്റ് ആവും. അപ്പം ഇനി അതിലേക്ക് നമ്മൾ ചെയ്യാൻ പോകുന്നത് ഓരോരോ ഗരം മസാലകളായിട്ട് ഇടുകയാണ്. ഗ്രാമ്പൂ, കറുകപ്പട്ട, തക്കോലം, ബേ ലീഫ് ഉണ്ടെങ്കിൽ ബേ ലീഫ്, ജാതിപത്രി എല്ലാം കഴിഞ്ഞ് ലാസ്റ്റ് ഞാനൊരു സാജീരകം എന്ന് പറഞ്ഞൊരു ജീരകം ഇടുന്നുണ്ട്. അത് നമ്മുടെ നെയ്ച്ചോറ് നല്ല ഫ്ലേവർ കൊടുക്കും. സാജീരകം ചെറിയൊരു ജീരകമാണത്. ഇനി ഇതിൻ്റെയൊക്കെ ഫ്ലേവർ ബട്ടറിലേക്ക് ഒന്ന് ഇറങ്ങി വരണം. അതിന് വേണ്ടിയിട്ട് ജസ്റ്റ് ഒന്ന് ഇളക്കി കൊടുക്കാം. ഇളക്കി കൊടുത്തു കഴിഞ്ഞിട്ട് ഇനി നമുക്ക് ഇതിലേക്ക് 1/4 to 1/2 ടീസ്പൂൺ ഗരം മസാല ഇടാം. ഞാനിത് വീട്ടിൽ പൊടിക്കുന്ന ഗരം മസാലയാണ്, നല്ല ഫ്ലേവറാണിത്. ഇട്ട് കൊടുത്തു. ഇനി നമ്മൾ അരി, വെള്ളം മാർന്ന് വെച്ചിരിക്കുന്ന അരിയും ഇട്ടിട്ട് നന്നായിട്ട് ഒരു 1.5 മിനിറ്റോളം അരി ഒന്ന് ക്രിസ്പിയാക്കി എടുക്കാനായിട്ടൊന്ന് ഇളക്കിക്കൊണ്ടിരിക്കണം. ചെറിയ തീയിൽ മതി, ഒരുപാട് ക്രിസ്പി ആവണ്ട. ഒന്ന് നല്ല ക്രിസ്പി ആയിട്ട് വന്നതിന് ശേഷം 5 ഗ്ലാസ് വെള്ളം അല്ലെങ്കിൽ 5.5 ഗ്ലാസ് വെള്ളം, ഡിപ്പെൻസ് ഓൺ അരി, നമുക്ക് അതിലേക്ക് ഒഴിച്ചു കൊടുക്കാം. അതിനുശേഷം ഒരു 1/2 മുറി നാരങ്ങയുടെ നീര് അതിലേക്ക് ഒഴിക്കാം. പിന്നെ അതിലേക്ക് ആവശ്യമായിട്ടുള്ള ഉപ്പും കൂടെ ഇട്ടിട്ട് വേണമെന്നുണ്ടെങ്കിൽ ഒരു ടേബിൾ സ്പൂണോ അല്ലെങ്കിൽ ഒരു ടീസ്പൂണോ ബട്ടറോ നെയ്യോ കൂടെ ഇതിൽ ഒഴിക്കാം കേട്ടോ. ഞാനത് ഒഴിച്ചിട്ടില്ല. ഇത്രയും കൊണ്ട് തന്നെ നല്ല സോഫ്റ്റ് ആയിരുന്നു. ഓക്കെ, ഇനി അത് ചെറിയ ബർണറിലേക്ക് മാറ്റി വെച്ചിട്ട് ഈ അരി അടച്ച് വെച്ച് വേവിക്കാനായിട്ട് മാറ്റി വെക്കാം. ഇനി അടുത്ത് നമ്മൾ ചെറിയൊരു കടായി എടുത്തിട്ട് അതിലേക്ക് ഒരു ടേബിൾ സ്പൂൺ ബട്ടർ ഇട്ടിട്ട് അത് ഉരുകി വരുമ്പോഴേക്ക് കാഷ്യൂനട്ട് ഇടുന്നു. കാഷ്യൂനട്ട് ജസ്റ്റ് ഒന്ന് കളർ മാറാൻ തുടങ്ങുമ്പോഴേക്കും തന്നെ മുന്തിരിങ്ങ ഇട്ടു. മുന്തിരിങ്ങ നെയ്യൊക്കെ കുടിച്ച് വീർത്ത് വരുമ്പോൾ കോരി വെക്കണം. ഒരുപാട് ബ്രൗൺ ആവാൻ നിൽക്കണ്ട. കോരി വെച്ചിട്ട് ഇനി ഈ നെയ്യിലേക്ക് നമ്മൾ സവാള കനം കുറഞ്ഞ് അരിഞ്ഞ 3 സവാള ഉണ്ടല്ലോ, അത് വറുക്കാൻ വേണ്ടിയിട്ടുള്ള എണ്ണ ഒഴിക്കണം. വെളിച്ചെണ്ണ ഒഴിച്ചതിന് ശേഷം നമ്മൾ കനം കുറഞ്ഞ വട്ടത്തിൽ അരിഞ്ഞു വെച്ചിരിക്കുന്ന 3 സവാള അതിലേക്ക് ഇട്ട് കൊടുക്കാം. സവാള ഒന്ന് വാടി വരാനുള്ള ഉപ്പും ഒരു 1/2 ടീസ്പൂൺ ഉപ്പും കൂടെ നമുക്ക് അതിലേക്ക് ഇടാനുണ്ട്. ഉപ്പ് ഇട്ടാൽ മാത്രം പോരാ, ഈ സവാള ക്രിസ്പി ആയി വരാനായിട്ട് ഒരു 1/2 ടീസ്പൂൺ പഞ്ചസാരയും കൂടെ ഞാൻ അതിലേക്ക് ഇടുന്നുണ്ട്. സോ 1/2 ടീസ്പൂൺ ഉപ്പും 1/2 ടീസ്പൂൺ പഞ്ചസാരയും കൂടെ ഇട്ട് നന്നായിട്ട് ഇത് വറുത്തെടുക്കണം. ഞാൻ ക്യാമറ അഡ്ജസ്റ്റ് ചെയ്യാൻ പോയപ്പോഴത്തേക്കും കുറച്ച് കൂടുതൽ മുരിഞ്ഞു പോയി. ഇത്രയും നിങ്ങൾ മുരിക്കണ്ട, ഇതിന് ജസ്റ്റ് മുമ്പ് ഓഫാക്കി എടുത്താൽ മതി. പുറത്തിരുന്ന് നന്നായിട്ട് അത് മുരിഞ്ഞോളും. ഇനി അത് വാരി വെക്കാം. ഇതിനിടയിൽ എൻ്റെ റൈസ് വെന്ത് കഴിഞ്ഞിരുന്നു. ഞാൻ സ്റ്റൗ ഓഫാക്കി ഇട്ടിരുന്നു. അപ്പോൾ ഞാനൊന്ന് തുറന്ന് നോക്കിയിട്ട് ഇനി ഇതിനൊന്ന് ഡെക്കറേറ്റ് ചെയ്യാം. നമ്മളിപ്പം വറുത്ത് വെച്ചിരിക്കുന്ന സവോളയൊക്കെ ഇതിലിടണം. ആദ്യം തന്നെ മല്ലിയില ഇടാം. മല്ലിയില ഇട്ടതിന് ശേഷം നമ്മൾ വറുത്ത് വെച്ചിരിക്കുന്ന സവോള ഇടാം. അങ്ങനെ ഓർഡറൊന്നുമില്ല, ഇഷ്ടം പോലെ ഇടാം. എന്നിട്ട് ഇനി കാഷ്യൂ നട്ട്സ് ഇടാം. അങ്ങനെ എല്ലാം ഇട്ട് നന്നായി അടച്ച് മാറ്റി വെച്ചാൽ സ്റ്റൗ ഓഫ് തന്നെയാണ്, അടച്ച് മാറ്റി വെച്ചാൽ മതി. 1/2 മണിക്കൂറോളം അടച്ചങ്ങ് മാറ്റി വെക്കുക. നല്ല മണമാണ് വീട് മുഴുവൻ. ഇപ്പം നല്ല നെയ്ച്ചോറിൻ്റെ മണം വന്നിട്ടുണ്ട്. ഇതിന് 1/2 മണിക്കൂർ കഴിഞ്ഞിട്ട് നമ്മളൊന്ന് തുറന്ന് നോക്കുമ്പം നല്ല അടിപൊളി നെയ്ച്ചോറ് നമുക്ക് റെഡി ആയിരിക്കും. ഞാനിപ്പോൾ അടച്ചു വെച്ചിട്ടുണ്ട് 1/2 മണിക്കൂറിലേക്ക്. ഗ്യാസ് സ്റ്റവ് ഓഫാണ്. തുറന്നപ്പോൾ കണ്ടോ നമ്മുടെ ബിരിയാണി ഇതായത് നല്ല ഫിഷ് മസാലയും കൂട്ടി കഴിക്കാൻ പറ്റിയ നല്ല അടിപൊളി നെയ്ച്ചോറാണ്. നെയ്ച്ചോറിൻ്റെ റെസിപ്പിയൊക്കെ എല്ലാവരും കണ്ടല്ലോ അല്ലേ? നല്ല ടേസ്റ്റി ആയിട്ടുള്ള നെയ്ച്ചോറാണ്. പെട്ടെന്ന് തന്നെ ഉണ്ടാക്കി നോക്കിയിട്ട് അഭിപ്രായങ്ങളൊക്കെ കമൻറ്റ് ചെയ്യണേ, ലൈക്ക് ചെയ്യണേ. പിന്നെ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബും ചെയ്യണേ. ഓക്കെ, താങ്ക് യു. ഹാവ് എ ഗുഡ് ഡേ. ഹാപ്പി ക്രിസ്മസ്.